കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ എൻ്റെ വാത്സല്യ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം. ദൂരത്തും ചാരത്തുമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഈ പകൽ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. യഹോവേ, നിങ്കിലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ, നിന്നിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുതേ, എൻ്റെ ശത്രു എൻ്റെ മേൽ ജയം ഘോഷിക്കരുതേ. ദൈവത്തിൻ്റെ ബദലെ ഓർക്കുക. കർത്താവിലേക്ക് മനസ്സുയർത്തി ദൈവത്തിൽ ആശ്രയം പുതുക്കുന്ന ദൈവഭക്ത, ദൈവവൈതലെ, ദൈവദാസന്മാരെ, കർത്താവിലുള്ള ആശ്രയം നിന്റെ ഉറപ്പുള്ളതാണെങ്കിൽ നീ കുലുങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല. നിന്റെ പ്രതിയോഗി എത്ര പ്രബലനായിക്കൊള്ളട്ടെ, അവൻ ജയിക്കത്തില്ല. കർത്താവിലുള്ള ആശ്രയം, അവൻ നിനക്ക് പരിചയമായി നിന്റെ കൂടെ ഇരിക്കും. ആ ദൈവം നിന്റെ സഹായകനായി കൂടെ ഉണ്ട്. നിന്റെ മനസ്സ് ദൈവത്തോടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നീ സംസാരിച്ച വിഷയത്തിന് ഇന്ന് പകൽ മറുപടി ലഭിക്കുന്ന ഒരു പകലായി മാറട്ടെ. യഹോവയുടെ ആത്മാവ് നിന്നോട് സംസാരിച്ചുവെങ്കിൽ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ ലഭിക്കുന്ന പകലായി മാറട്ടെ. യഹോവ നിനക്കായി ചെയ്ത അത്ഭുതം ചെയ്തുവെങ്കിൽ ഇന്ന് പകൽ നിന്റെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കട്ടെ. 34-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. അവങ്കിലേക്ക് നോക്കിയവരാ പ്രകാശിതരായത്, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിച്ചില്ല. യഹോവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ മനസ്സുയർത്തുന്നു, എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതേ. ഉറപ്പുണ്ടോ? ഇതുപോലെ കരമുയർത്തി നാമി പറയുമോ? കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുമോ? നിന്നെ ലജ്ജിപ്പിക്കാതെ ഇന്നയോളം നിർത്തിയില്ലേ? മഹാവ്യാധിയാൽ ലോകം മുഴുവൻ ഭാരപ്പെട്ടപ്പോൾ നിനക്കുള്ളതിനെയും ലജ്ജിപ്പിക്കാതെ നിർത്തിയ ദൈവം എത്ര വലിയവനാകും ഞാൻ ഇന്ന് പകൽക്കാലം. ആയുസ്സോട് നിനക്ക് ഒരു ദിവസയോട് ദാനം തന്ന ദൈവം എത്ര വലിയവനാകും ഞാൻ ഇന്ന് പകൽക്കാലം. നിങ്ങൾ ഞാൻ ആശ്രയിക്കുന്നു, ഞാൻ ലജ്ജിച്ചു പോകാനിടയാവരുതേ. കർത്താവിൻ്റെ ശൈലം ആശ്രയിച്ച് ഒരു കുഞ്ഞിനെയും ദൈവം വെറും കൈയോടെ വിട്ടിട്ടില്ല. ആശ്രയം ക്രിസ്തുവിലാണോ? പരിശുദ്ധാത്മാവിലാണോ? ബലവാനായ ദൈവത്തിലാണോ? ഇന്ന് പകൽ അവൻ നിന്നെ ഉറപ്പിക്കുന്ന പകലായി മാറട്ടെ. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം കൊണ്ട് പോകുന്ന പകലായി മാറട്ടെ. നിന്റെ ആശ്രയം ദൈവത്തിലാകുന്നുവെങ്കിൽ നിന്റെ കലത്തിലെ മാവ് തീരാനും കലശത്തിലെ എണ്ണ പറ്റാനും അവൻ സമ്മതിക്കുന്ന ദൈവമല്ല. നിന്റെ ആശ്രയം ക്രിസ്തുവിലാണെങ്കിൽ നിന്റെ വൈദങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. നിന്റെ ആശ്രയം ക്രിസ്തുവിലാണെങ്കിൽ നിനക്കൊരു പുനരുത്ഥാനമുണ്ട്. നീ ദൈവത്തിൽ വിശ്വസിച്ചുവെങ്കിൽ ശത്രു കാണുകയും അവൻ വീരുന്നൊരുക്കി തരും. ഇന്ന് പകല് നീ കർത്താവിനോട് ചേർന്ന് നടക്കുന്നെങ്കിൽ അവൻ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നിന്റെ വാഗ്ദത്തങ്ങൾ മരവിച്ചിരിക്കാം, മറന്നുപോയിരിക്കാം, ലഭിച്ചില്ല എന്ന് വന്നേക്കാം. എന്ന് ഇന്ന് പകൽ സ്വർഗം പറയുന്നതിനെ ജീവിപ്പിക്കുന്ന പകല. എൻ്റെ ദൈവമേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകാനിടയാവരുതേ. ദൈവത്തിൽ ആശ്രയിച്ച ഭക്ത, ഇന്ന് പകൽ നിന്റെ മേൽ അനുഗ്രഹത്തിൻ്റെ കരം ദൈവം വെളിപ്പെടുത്തട്ടെ. നിന്റെ കുടുംബത്തിൽ വെളിപ്പെടുത്തട്ടെ, നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടുത്തട്ടെ, നിന്റെ ഭാവി വഴിയിന്മേൽ വെളിപ്പെടുത്തട്ടെ. അഹീതോബലിന്റെ ആലോചനയെ നിഷ്ഫലമാക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളുടെ ദൈവയുടെ നാമത്തെ കീർത്തിക്കുമെന്ന് പറയാൻ ദൈവം നിന്നെ ശക്തീകരിച്ചുവെങ്കിൽ ഇന്ന് പകൽ അവൻ്റെ നാമം നിന്നിലൂടെ മഹത്വമെടുക്കാൻ സഹായിക്കട്ടെ. നിന്റെ ആദരത്തെ ദൈവം ശക്തീകരിക്കട്ടെ. നിന്റെ തലമുറയ്ക്ക് പുതുവഴി തുറക്കട്ടെ. ഭവനത്തിലെ വ്യാധി എന്നേക്കും എപ്പം കൽപ്പിക്കുന്നു. നിന്റെ കുടുംബത്തിൽ സൗഖ്യവും സമാധാനവും തരട്ടെ. നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത തരട്ടെ. നീ ആ ദൈവത്തിൻ്റെ വൈദ്യുതി ലോകം അറിയുമാർ ദൈവം നിന്നെ ഇന്ന് പകൽക്കാലം മാനിക്കട്ടെ. ദൈവ പരിശുദ്ധാത്മാവിൽ ദൈവം നിന്നെ താങ്ങി നടത്തട്ടെ. പ്രതികൂലങ്ങളെ സ്വർഗം ഫൽസിക്കട്ടെ. പിതൃപുത്ര പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യഹോവ കൂടെ ഇരിക്കണം, നന്മയ്ക്ക് അത്ഭുതം ചെയ്യണം. നിന്റെ കരത്തിന് മറവിൽ താഴ്ത്തുന്നു. നീ ബലപ്പെടുത്തിക്കാട്ട്, ബലവാനായി കൂടെ ഇരുന്ന് സഹായിച്ചാട്ട്, സമാധാനവും സമൃദ്ധിയും നൽകിക്കാട്ട്. നിന്റെ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും പേരും ബലപ്പെടുത്തണം. കേൾക്കുന്ന ഓരോ വ്യക്തിയും അനുഗ്രഹിക്കണം. ദൈവകൃപയിൽ താഴ്ത്തുന്നു, യേശു ക്രിസ്തു മൂലം തന്നെ പിതാവേ. ആമേൻ. ലോർഡ് ബ്ലസ് യു, ലോർഡ് ബ്ലസ് യു, ലോർഡ് ബ്ലസ് യു.